സംസ്ഥാനത്താകമാനം തെരഞ്ഞെടുപ്പ് ചൂടിൽ അമർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം മുമ്പത്തെ പോലെയല്ല, കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥി നിർണയം മുഴുവൻ പൂർത്തീകരിച്ചോ ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പോരാട്ടവുമായി കളം നിറയുകയാണ്. കേരളത്തിൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെല്ലാം വിവിധ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഏകോപനം നൽകുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, കോൺഗ്രസ് അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ.പി.സി.സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ, കെ.പി.സി.സിയുടെ ജനറൽ സെക്രട്ടറിമാർ, പോഷക സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പഴുതടച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. 14 ജില്ലകളിലും കൃത്യമായ സംഘടനാ പ്രവർത്തനം ഏകോപിപ്പിച്ച് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 10 വർഷമായി സംസ്ഥാനം ഇടതുമുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്രത്തിൽ കഴിഞ്ഞ 3 ടേമായി കോൺഗ്രസിന് അധികാരത്തിന് പുറത്താണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഏറ്റവും കോൺഗ്രസിന് ശക്തിയുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു വിജയം ില്ലെങ്കിൽ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന കൃത്യമായ ബോധ്യം കോൺഗ്രസിനുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് മുഴുവൻ അതിന്റെ എല്ലാ ശക്തിയും പുറത്തെടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി സീറ്റുകൾ വിജയിക്കുക, അതായത് UDFന് മാത്രമല്ല കോൺഗ്രസ് അതിന്റെ മത്സരിക്കുന്ന പരമാവധി സീറ്റുകളിൽ വിജയിക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. പരമാവധി കോർപ്പറേഷൻ, നഗരസഭ, പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുക എന്നൊരു വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് അതിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. പോഷക സംഘടനയുടെ പ്രവർത്തകന്മാർ ഉൾപ്പെടെയുള്ളവർ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കാനുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അവരുൾപ്പെടെയുള്ള ആളുകൾ യുവത്വത്തിനും പരിചയസമ്പത്തിനും സ്ത്രീത്വത്തിനും അടക്കം ഒരേപോലെ പരിഗണന നൽകി കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് മുതൽ ഓരോ വാർഡുകളിലും ഡിവിഷനുകളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അരയും തലയും മുറുക്കിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസ് മാത്രമല്ല, UDFിലെ ഘടകകക്ഷികളായ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും RSPയും അടക്കമുള്ള പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അഹോരാത്രം പോരാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. MP-മാരും MLA-മാരും ഉൾപ്പെടെയുള്ളവർ അവരവരുടെ മണ്ഡലങ്ങളിൽ, അവരവരുടെ പ്രദേശങ്ങളിൽ, മറ്റു ജില്ലകളിൽ കൃത്യമായി പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കന്മാർ കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിൽ എത്തുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുമ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ കൂടി പ്രചരണത്തിനെത്തും. വയനാട്ടിൽ നിന്നുള്ള MP-ആയ പ്രിയങ്ക ഗാന്ധി വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രചരണത്തിനെത്തും എന്ന് തന്നെയാണ് ലഭ്യമായിരിക്കുന്ന വിവരം. മറ്റ് നേതാക്കന്മാർ കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അല്ലെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ആവേശം ചൂട് കൂടാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥി ചിത്രമെല്ലാം വ്യക്തമായിരിക്കുന്നു. BJPയും കോൺഗ്രസും CPM-ഉം നേർക്കുനേർ മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ കൂടി കളം നിറയുന്നതോടുകൂടി ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് കാഴ്ചയ്ക്കാകും സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോവുക. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയ ഇടതുമുന്നണിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഓരോ കോൺഗ്രസ് നേതാവും പ്രവർത്തകരും പങ്കുവെക്കുന്നത്.